ഹായ് ഓൾ, വെൽക്കം ടു അവർ ഫാമിലി. ഇന്നൊരു കല്യാണത്തിന് പോയതാണ്. മൂത്തവരുണ്ടായില്ല, അമ്മൂനെയും കൊണ്ടാണ് പോയത്. അപ്പം ആദ്യം തന്നെ ജ്യൂസിൽ സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഫ്രഷ് ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കനെയൊക്കെ എതിരേറ്റ് അതിനുശേഷം പെണ്ണിനെ എതിരേറ്റ് സ്റ്റേജിൽ കൊണ്ട് ഇരുത്തിയവർ. അത് കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, താലികെട്ടും കാര്യങ്ങളൊക്കെ. അത് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സ്റ്റേജ് ഫുള്ള് ക്യാമറാമാൻമാർ കവർ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഇടയ്ക്ക് ഞൊണ്ടൊക്കെ കയറി പോയി എടുത്തതാണ് ബാക്കിയുള്ള ഈ കുറച്ച് വീഡിയോസ് ഇട്ട. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ചേച്ചിയും ചേട്ടനും അവരുടെ ഫാമിലിയൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് സുട്ടുവിനെ കൊണ്ടാണ് ഞാൻ തിരിച്ച് ക്യാമറ എടുത്തത്. കാരണം എനിക്ക് ക്യാമറ എടുത്ത് തരാൻ പിള്ളേർ കൂടെ ഇല്ലാഞ്ഞുകൊണ്ട് സുട്ടുവിനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു. അങ്ങനെ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ചൂട് ചോറും കറികളും ഒക്കെ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായത്, ബോളി ഉണ്ടായിരുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് ഏട്ടനോട് പറയണത് എനിക്കൊരു ബോളി വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ ഏട്ടൻ പറയും ഇവിടെയൊന്നും കിട്ടില്ല, ബോളിയൊന്നും കിട്ടില്ല എന്നും പറഞ്ഞ് എന്നെ ഓരോന്ന് പറയുമായിരുന്നു. പക്ഷെ ഇന്നെന്തോ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കിന് വാരി വലിച്ച് ബോളിയും പായസവും കൂട്ടി തിന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം പാർട്ടിക്കും പോയി. നന്ദുവിനെ ടാറ്റ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, അവൾ എവിടെയാണ് പഠിക്കണത്? പോണ്ടിച്ചേരിയിലാണ് പഠിക്കണത്. അപ്പം ഡിപ്ലോമയാണെന്ന് തോന്നണം കേട്ടോ, എന്തോ കോഴ്സ് പഠിക്കുന്നത്. അപ്പോൾ അവളെ ടാറ്റ പറഞ്ഞ് വിടുന്നതാണ്. അത് കഴിഞ്ഞ് ഫുഡാണല്ലോ എവിടെ പോയാലും മുഖ്യം. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. കോയിൻ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ ഐസ്ക്രീമും കയറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ്റെ പ്ലേറ്റിൽ നോക്കുമ്പോഴത്തേക്കിന് നല്ല ചൂട് മസാല ദോശ. അങ്ങനെ അതും പോയി തട്ടി. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പിള്ളേർ പറയണം അമ്മയെ സ്റ്റേജിന്മേൽ ചെക്കൻ്റെ ഡാൻസ്. അങ്ങനെ ചെക്കൻ്റെ ഡാൻസ് കാണാൻ പോയി. അതെല്ലാം കണ്ട് അതെല്ലാം ക്യാമറയിൽ ഞങ്ങൾ പകർത്തിയെടുത്തു. അങ്ങനെ ചെക്കൻ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. പെണ്ണധികം ഡാൻസിന് താല്പര്യം കാണിച്ചില്ല, എന്നാലും കുഴപ്പമുണ്ടായില്ല, അടിപൊളിയായിരുന്നു. അത്രയൊക്കെയുള്ളൂ, പിന്നെന്തെന്നാ പറയുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലിടുക.